വേണ്ടില്ല, ഇന്നത്തെ കാസർകോട്ടുകാരോട് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അടുത്ത കൊല്ലം നിങ്ങൾ എന്നെ വിളിച്ചാലും വേണ്ടില്ല, വല്ലാത്ത കിബറന്മാരായി ഇന്നത്തെ കാസർകോട്ടെ ചെറുപ്പക്കാർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പെരുന്നാൾ വന്നാലും, ഇവിടെ നബിദിനം വന്നാലും, മീലാദ് വന്നാലും ഒക്കെ നമ്മുടെ ഭരണാധികാരികൾക്കും ഉമറാക്കൾക്കുമൊക്കെ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ബേജാറ് വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയില്ല. പണം കയ്യിൽ വന്നപ്പോ അള്ളാഹുവിനെയും മുത്തുനബിയെയും മറന്നുപോകുന്ന ഒരു സ്വഭാവം അധിക നാള് തുടർന്നാൽ അള്ളാഹുവിനൊരു പിടുത്തമുണ്ട്. ആരൊക്കെ വലിപ്പത്തരം കാണിച്ചോ അവരെയൊക്കെ ഇരുത്തേണ്ടടുത്തിരുത്തിയ അള്ളാഹു തന്നെയാണ് എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുന്നതെന്ന കഥയൊക്കെ ആരും മറന്നുപോകരുതെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മയക്കുമരുന്നിന്റെ, കള്ളക്കടത്തിന്റെ, കഞ്ചാവ് കച്ചവടത്തിന്റെ, മദ്യത്തിന്റെ, ലഹരിയുടെ, വ്യഭിചാരത്തിന്റെ എന്ന് വേണ്ട പുതിയ പുതിയ വൃത്തികേടിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ കാസർഗോഡിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ ഈ മണ്ണിനെങ്ങാനും അല്ലാഹു നാവ് കൊടുത്തെങ്കിൽ ഈ മണ്ണ് പറയുന്ന കഥ സ്വഹാബത്തിന്റെ കഥയാണ് കേട്ടോ, ഔലിയാക്കളുടെ കഥയാണ് കേട്ടോ. ആ മാലിക് ബിൻ ദീനാർ തങ്ങളുടെ പാദം പതിഞ്ഞ മണ്ണിൽ കിടന്നിട്ട് ആര് ഗുരുത്തക്കേട് കാണിച്ചാലും നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ ഭൂമി വിളിച്ചു പറയുമെന്ന ഒരു കഥ മറന്നു പോവണ്ട കേട്ടോ. ഒരു ബോധത്തോടുകൂടെ ജീവിക്കുക. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ലാളിത്യമാണ്, വലിപ്പത്തരമല്ല. ഇന്നെല്ലാവർക്കും തോന്നുന്നത് ആരും തരക്കേടില്ലെന്നാണ്. അങ്ങനെ തോന്നുമ്പോഴാണല്ലോ ഓരോരുത്തർ അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ തരക്കേടില്ലെന്ന്. ആർഭാടത്തോടെ തോളിലൊരു ബാഗും കയ്യിലൊരു മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് കാസർകോട്ടങ്ങാടിയിൽ തെണ്ടി നടക്കുന്ന ആടുകളെ പോലെ റോഡിന്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക്, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ തെണ്ടി നടക്കുമ്പോ പെണ്ണേ, അള്ളാഹുവിന്റെ റസൂല് നിനക്കുണ്ടാക്കി തന്നൊരഭിമാനമുണ്ട്. ആ അഭിമാനം മറന്നുപോവരുത് കേട്ടോ, മറന്നുപോവണ്ട. ഈ ശരീരത്തിന്റെ സൗന്ദര്യമൊന്നും അധികം നിലനിൽക്കൂല. അതേപോലെ തന്നെ ചെറുപ്പക്കാരാ, നിന്റെ ആരോഗ്യമൊന്നും അധികം നിലനിൽക്കൂല കേട്ടോ. അതേപോലെ ആധുനിക മുതലാളിമാരെ, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. പണമിങ്ങ് കയ്യിൽ വരുമ്പോ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. എന്തൊക്കെയോ ഇവിടെ സമ്പാദിച്ചു കൂട്ടണം. അങ്ങനത്തെ വീട് വേണം, ഇങ്ങനത്തെ സൗകര്യം വേണം. വീട്ടുകോലായിൽ കാലിൽ കാലെടുത്ത് വെച്ച് കാനൂലിളക്കുന്നു. 5 കൊല്ലമായി പണി തുടങ്ങിയിട്ട് തീർന്നിട്ടില്ല. എന്റെ വീട്ടിൽ പതിച്ച ഗ്രാനൈറ്റ് ഇറ്റാലിയൻ, ഇവിടെയുള്ള ബാത്റൂം ഫിറ്റിംഗ് കൊറിയയുടേത്, ഞാൻ കിടക്കുന്ന കട്ടില് മലേഷ്യയിൽ നിന്ന് വന്നത്, എല്ലാം വലിപ്പത്തരത്തിന്റെ കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിന്റെ ഗ്രാനൈറ്റ് ഇറ്റാലിയൻ ആണെങ്കിൽ, നിന്റെ ബാത്റൂം ഫിറ്റിംഗ് കൊറിയയുടേതാണെങ്കിൽ, നീ കിടക്കുന്ന കട്ടില് മലേഷ്യയുടേതാണെങ്കിൽ, അതിന്റെ മേലെ കിടക്കുന്ന നിന്റെ മെയ്ഡ് ഏതാണെന്ന് നിനക്കറിയില്ലല്ലോ. അതാദ്യം നീ ഒന്ന് പഠിച്ചു കളാ. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറാഇബ്. ഇത് പഠിച്ചാൽ ആർക്കാണ് ഇവിടെ വലിപ്പത്തരം പറയാൻ കഴിയുക? ഫൽയൻദുരിൽ ഇൻസാൻ, ഓരോ മനുഷ്യന്മാരും നോക്കട്ടെ. എന്താ നോക്കേണ്ടത്? മിമ്മ ഖുലിഖ്, എന്തിൽ നിന്നാണ് അവനെ പടച്ചതെന്ന് നോക്കട്ടെ. ചന്ദന തൈലത്തിൽ മുക്കിയിട്ടോ, കസ്തൂരിയിൽ പൊതിഞ്ഞിട്ടോ, സ്വർണ്ണക്കട്ടി കൊണ്ട് മോഡിഫൈ ചെയ്തിട്ടോ അല്ല കേട്ടോ അവനെ പടക്കപ്പെട്ടത്. മിമ്മാ ഇൻദാഫിഖ്, തെറിച്ചു വീഴുന്ന, കണ്ടാൽ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് കേട്ടോ. ലോകസുന്ദരനായാലും വേണ്ടില്ല, ലോകസുന്ദരിയായാലും വേണ്ടില്ല, കിബറനായ പണക്കാരനായാലും വേണ്ടില്ല, ആധുനിക അധികാരിയായാലും വേണ്ടില്ല, നിന്നെ പടക്കപ്പെട്ടത് ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന്. ഏത് വെള്ളം? യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറാഇബ്, നിന്റെ ബാപ്പാന്റെ മുതുകല്ലിന്റെ വാരിയെല്ലിന്റെ ഇടയിൽ നിന്ന് പുറത്തു ചാടിയ, കണ്ടാൽ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന ഒരു തുള്ളി വെള്ളമാണടാ ഈ
ഭരണാധികാരി, ആ ഒരു തുള്ളി വെള്ളം തന്നെയാണടി സുന്ദരി നീയും, അത് തന്നെയാണടാ ചെറുപ്പക്കാരാ നീയും, അത് തന്നെയാണടാ പണത്തിന്റെ ധിക്കാരത്തിന്റെ കഥ പറയുന്ന ഓരോരുത്തരും ആ ഒരു തുള്ളി വെള്ളമാണെന്ന കഥ മറക്കണ്ട. അല്ലാഹ് അവിടെ കിടന്നോ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു കൊടുക്കേണ്ടി വരും. ഇതാ ഈ ഒരാരോഗ്യമല്ലാതെ നമുക്ക് പറയാനില്ല. അതുകൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തുന്നു, എനിക്ക് വണ്ടിക്ക് പോവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു ലാളിത്യത്തോടുകൂടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ